ഇത് ലൈക്ക് നല്ലൊരു സിറ്റുവേഷൻ ആയിട്ട് തുടങ്ങിയ സിറ്റുവേഷൻ അല്ല ഇത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല വേറെ ഒരു കാര്യം ചെയ്യും, എനിക്ക് 12:20 അവിടെ എത്തിയിട്ട് 12:21 വാറ വിളിക്കണം. ഒരു മിനിറ്റ് എടുത്ത് 12:21 ആകുമ്പോ വാറ വിളിക്കണം, അല്ലെ കളിക്കുന്നില്ല പറയാം. ഇതേ എന്തിന് വണ്ടി ഹെലികോപ്റ്റർ വണ്ടിയിലില്ല, ഞാൻ സീറ്റ് മാറിയിരിക്കണേ. അണ്ണ എന്നെ തള്ളല്ലേ അണ്ണ. ഞാൻ ആരും തെള്ളിയില്ല. എന്തിനാ ആരും ഇല്ല അതില്. എടാ കണ്ണാപ്പി മാറി ഇരിയടാ, കണ്ണാപ്പി മാറാ കണ്ണാ. ഇറങ്ങി ഞാനാ സീറ്റിൽ കയറിയിരിക്കണേ. ഞാൻ ഡ്രൈവിംഗ് സീറ്റിലാന്ന് തോന്നി. ഞാൻ ഇല്ല കേറി പോവാം ഇല്ല ജിബുര് വന്ന് കേറിയാന്ന് അറിഞ്ഞൂടാ. വാസണ്ണ അമ്മ നല്ല ട്രിഗർ ആക്കണ, തെറി വിളിക്കല്ലേ എന്റെ വാസണ്ണ. നീ എന്നെ ഒന്ന് കൊണ്ടുപോയി നോക്കിയേ. എന്താ ആദ്യം ഒന്ന് കൊണ്ടുപോ. ആ ഓക്കെ അപ്പൊ അത് നമ്മുടെ പ്ലാൻ ഇതായേ. എന്തൊരു സുഖമാണ്, എന്തൊരു സുഖമാണ് എന്റെ. അയ്യോ എനിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സുഖമൊക്കെ ഉണ്ട്. വാറോടെ ജയിച്ചിട്ട് സൂചിച്ചാ മതി. വാറോടെ ജയിച്ചിട്ട് സൂചിക്കാം. ഇരുന്നിട്ട് ജസ്റ്റ് ചിരിച്ചാ മതി കേട്ടോ. TDM സിറ്റുവേഷൻ ആട്ടോ അവന്മാരായിട്ട്. പ്രത്യേകിച്ച് വള്ളി എടുക്കേണ്ട ആവശ്യമില്ല. മീറ്റിംഗ് ഏരിയയിലോട്ടാണോ എല്ലാരും ചിരിക്കണം അവന്മാര് വരുമ്പോ. ഇരുന്ന മീറ്റിംഗ് ഏരിയ എല്ലാരും വരുമ്പോ ഇതൊക്കെ ചിരിക്കണേ. ഉമ്മാര് വരുമ്പോഴേ ഇതൊക്കെ ചിരിക്കണം. മനസ്സിലായോ? നമ്മളിത് എങ്ങോട്ടാ പോണേ? എവിടെയാണ മീറ്റിംഗ് ഏരിയ? ലെഫ്റ്റ് എവിടെയാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് എവിടെ? നേരെ ലെഫ്റ്റ്. ഇത് തന്നെ അവന്മാര് വാറ് വിളിച്ചോണ്ടാ അക്സെപ്റ്റ് ചെയ്തോ അവന്മാര്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അങ്ങോട്ട് പോവാ അവരുടെ കൂടെ. മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്ത് വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല. നേരത്തെ വന്നു കേട്ടോ. ഡൽഹിയിലേക്ക് വന്നിപ്പോണ്ട്. ഡ്രാഗനായിട്ട് കൂട്ടിയിടിച്ച്. ഇല്ല പൊളിച്ചില്ല. ഒറ്റയ്ക്ക് വന്നേട്ടോ, കൊമ്പം വന്നില്ല തോന്നേട്ടാ. ഏതോ ഒരു പയ്യനെ മാത്രം പറഞ്ഞു വിട്ടേട്ടാ. ഒരു പയ്യനെ മാത്രം പറഞ്ഞു വിട്ടേട്ടാ. ഇല്ലല്ല വന്ന് ബാക്കിയുള്ളവരെ വണ്ടി വിളിച്ചു തോന്നേട്ടാ. ഞാൻ കൂളാണ്. അത് കൊള്ളാടാ ജിഗ്രു. അവന്മാരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വണ്ടിയിലായിരുന്നു. ഒരു കാര്യം പറഞ്ഞായിരുന്നു അവന്മാര്. 30 സെക്കൻഡ് ഓക്കെ സംസാരിക്കും സാർ. അണ്ണാ ഞാൻ കാര്യം പറയട്ടെ. അണ്ണാ ഈ ഒരുത്തന്റെ അടുത്ത് ഇല്ല ഞാൻ പറയട്ടെ, ഈ ഒരുത്തന്റെ അടുത്ത് ചിരിക്കണോ അണ്ണാ? എടാ ചോദിക്കട്ടെ, എടാ മിനിമം സിറ്റുവേഷൻ ഉള്ളവരെ കൊണ്ടുവരണോടാ അണ്ണാ. അത് മിനിമം സിറ്റുവേഷൻ അല്ലല്ലോ. ജിപ്സി വെറുതെ വൾഗറാക്കല്ല, ഞാൻ കൂടെ ഡീൽ ചെയ്യാം. എടാ നിന്റെ കൂടെ മീറ്റിംഗ് ഉണ്ട് ബ്രോ. ഇല്ല ഒരു സെക്കൻഡ് ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിട്ടാ ബ്രോക്ക്. ഒരു സിറ്റുവേഷൻ വരുമ്പോ ബ്രോ മീറ്റിംഗിന് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല നിനക്കൊന്നും. ബ്രോ നമ്മൾ അല്ലാത്തപ്പോ വഴി മുതുകിലൊക്കെ കാണുമ്പോ നിനക്ക് 4 നാക്കാണല്ലോടാ. ഹലോ ബ്രോ, ഇതിപ്പോ നമ്മള് ബാക്കി പറയാം. മീറ്റിംഗ് വിളിക്കാൻ വന്നാ പോരെ? ഇല്ല സിറ്റുവേഷനുള്ള ആള് വേണം. ആരാ? അല്ല വാസന വെയിറ്റ്. വാസന അണ്ണ സിറ്റുവേഷനുള്ള ആള് വേണം.
അല്ല ബ്രോ ഞാൻ വെയിറ്റ് ബ്രോ ഞാൻ കാര്യം പറയട്ടാ ഇത് ബ്രോ ബേസിക് ആണ് നമ്മൾ ഈ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സംസാരിക്കാനാണ് അതായത് ഈ എന്തിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഫർദർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് മീറ്റിംഗിൽ വരാൻ പറഞ്ഞത് അപ്പൊ ബ്രോയ്ക്ക് ഒറ്റയ്ക്ക് വരാനാണെങ്കിൽ ഇപ്പൊ എല്ലാ സിറ്റുവേഷൻ അങ്ങനെ വന്നാൽ പോരെ ഒറ്റയ്ക്ക് ആർക്കെങ്കിലും അപ്പൊ ബ്രോയ്ക്ക് കൂടെ മീറ്റിംഗിന് ആ സിറ്റുവേഷൻ പറഞ്ഞാ പോരെ എന്താണ് സിറ്റുവേഷനിലുള്ള ആള് വേണം അങ്ങനെ പറഞ്ഞിട്ടില്ല മിനിമം സിറ്റുവേഷനിലുള്ളവർ വരണമല്ലോ. ഓക്കെ ബ്രോയ്ക്ക് അപ്പൊ ഓക്കെ ഞാൻ കാര്യം ചെയ്യട്ടെ ബ്രോയ്ക്ക് സിറ്റുവേഷൻ പറയാൻ അല്ലെങ്കിൽ അറിയാമെങ്കിൽ ബ്രോ ഇപ്പൊ വന്നതുകൊണ്ട് ഓക്കെയാണ് ഞങ്ങൾക്ക് ശരി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു കണ്ണാപ്പിയായിട്ട് സംസാരമായി സംസാരമായില്ല ബ്രോ സംസാരമായില്ല എന്ത് സംസാരം സ്റ്റാർട്ടിങ് ഒക്കെ അറിയാലോ എന്താ ബ്രോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞ റീസൺ ഞാൻ പറഞ്ഞുതരാം. ചന്ദ്ര ഒരു മിനിറ്റ് ബ്രോയ്ക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ വിളിച്ചോണ്ട് വരണം. അറിയാലോ എന്ന് പറയണേ ആദ്യം തൊട്ട് പറ സിറ്റുവേഷൻ കേൾക്കട്ടെ ഞങ്ങള് ആദ്യം തൊട്ട് പറ ഒറ്റയ്ക്ക് വന്നതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ബ്രോ ചിരിച്ചതിനാണ് അല്ല ബ്രോ ചിരിച്ചതിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അത് സീരിയസ് ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളിപ്പം ടീടെ നിന്ന് കഴിഞ്ഞാലും ഇപ്പൊ കണ്ണാപ്പി ആയാലും 2-3 ആൾക്കാരുണ്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ അല്ലാതെ നിങ്ങൾ റേഡിയോയിൽ കോൾ അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ ആനയാണോ നമ്മൾ ആനയുടെ പാട്ടിട്ട ട്രിഗർ ആന വല്ലോ ഹലോ ബ്രോയ്ക്ക് അറിയാം നിങ്ങൾ എങ്ങനെ ട്രിഗർ അതെന്താ ഈ തൃശ്ശൂർ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല ആന ഇളക്കുന്ന ഞങ്ങൾ ഉത്സവത്തിലൊക്കെ പോകുന്ന ആൾക്കാർ ഞങ്ങൾക്ക് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ടാർഗറ്റ് ചെയ്തിട്ട് അതാ പറഞ്ഞ ബ്രോ നമ്മൾ ആന പ്രേമികളാണ് നമുക്ക് ആനയുടെ വീഡിയോ ആനയുടെ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കും അണ്ണ നിന്നാ അണ്ണാ ഇവന്മാര് ചുമ്മാ സംസാരിച്ച് എമാർക്ക് സമയമൊന്നുമില്ല എമാര് ചുമ്മാ സംസാരിച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല അല്ലാണ്ട് ഇവന്മാർക്ക് ഇതല്ല ഇവന്മാർക്ക് നമ്മൾ ഈ കണക്കിന്നല്ല അവന്മാരുടെ ടൈമാ അവന്മാർ റെഡി ഇത് നമുക്ക് 15 മിനിറ്റ് കൊടുത്തിട്ട് നമുക്ക് പോവാം ഇത് സംസാരിച്ച് ഇനി സംസാരിക്കണ്ട. എടാ ഡൊമിനിക്ക ഇവിടെ കൊണക്കുള്ള സ്ഥലമല്ല കേട്ടോ നിനക്ക് സ്ഥലം മാറിപ്പോയെന്ന എടാ നീ ഡൊമിനിക്കാണോ ഇത് എടാ നീ കുറച്ചു നേരടാ നിന്റെ വായ ചവിട്ടി കീറിയ മനസ്സിലായ നീ കൊണക്കാന്നിട്ട് മനസ്സിലായടാ നിർത്തറ കൊണക്കണ ഡൊമിനിക്ക് കൊണക്കാൻ വന്നെങ്കിൽ വേറെ പോയി കൊണ അഡ്വിനെ സിറ്റുവേഷൻ പറയുന്നില്ല അവര് അതെ ബ്രോ ഞങ്ങൾക്ക് സിറ്റിയിലെ സിറ്റുവേഷൻ എടുക്കാം നമുക്ക് പല സിറ്റുവേഷൻ എടുക്കാം. ചിരിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിക്കാൻ പറഞ്ഞു അതൊക്കെ എന്തൊരു സീനാണ് ബ്രോ. ചിരിച്ചല്ല ബ്രോ അവൻ നമ്മളൊരാള് ആള് നിൽക്കുന്ന സമയത്ത് നിനക്ക് നീ എന്താ ഇവിടെ നിനക്ക് വീട്ടിൽ പോയിരുന്നിട്ടാന്നൊക്കെ പറഞ്ഞ് റേഡിയോ കോൾ സംസാരിക്കും ഉണ്ടായിരിക്കും. എടാ ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് കേട്ടാ നമുക്ക് മനസ്സിലായില്ലേ അങ്ങനെയൊന്നുമില്ല ചെവിയിൽ എയർപോർട്ട് വെച്ച് സംസാരിച്ചോണ്ട് പോകണം ഒരുത്തും ബ്രോ അടുത്ത് സംസാരിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെ തന്നെ പാട്ടിട്ടാലും മറ്റേ ചിരിച്ചാലും റേഡിയോയിൽ കോൾ കൊടുത്താൽ തല്ല നീക്കാര് ഗുണ്ടകളോ സിറ്റിയിലെ നിങ്ങൾക്ക് നേരെ വന്നതിനൊക്കെ 10-14 വട്ടം തല്ലി വിട്ടിട്ടുണ്ട്. എടാ മതിയുടെ എമർക്ക് ഇത്ര സമയമൊക്കെ മതിയടാ കൊടുത്ത കണ്ണാപ്പി 15 മിനിറ്റ് കൊടുത്തിട്ട് ഇറങ്ങിയേ. പക്ഷെ 13 വർഷം കൊള്ള
ഈ ബൂബോയ് നിങ്ങളെ ആണോ? ആരും പേടിയില്ല ഇവിടെ ഉള്ള. ഹലോ ഇല്ലടാ ദിൽഡ അല്ലടാ ദിൽഡ ആണോ? അല്ല ദിൽഡ അല്ല ആണോന്ന് ചോദിച്ചേ? നമ്മുടെ ഗാങ്ങിൽ പോയ ഇതെന്താ പട്ടിയാണോ ഇവിടെ കൈ നോക്കിക്കണേ? ഇത് കയ്യില് അങ്ങനെ ഒരാളുണ്ടോ നിങ്ങളുടെ കയ്യില്? ഇതെന്താ ഡിൽഡോ എന്നാണ് പേര്, ഡിൽഡോ എന്നാണ് പേര്. അല്ല എന്റെ പേര് അത് വായിക്കാൻ കുറച്ച് വ്യത്യാസം എന്താ വാലെടുത്തോ? എടാ പോടാ മണ്ണെ. വാസന എവിടെ വാസന സംസാരിക്കണ്ട എമാർക്ക് എന്താ ചെയ്യട്ടെ? എടാ ഇവനെന്താ തല്ലി കിട്ടിയാലും എത്ര തല്ലി കിട്ടിയാലും എടാ ഞാൻ നിന്റെ അടുത്ത് ഞാൻ സിറ്റുവേഷൻ ബാക്കി ബോബോയ് വെറുതെ നമ്മളെല്ലാരും വെറുതെ നിൽക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയണ എന്താ എന്താ പറയണേ നിനക്ക് ഇവിടെ നിൽക്കാൻ ടൈം ഓവർ കൊടുക്കുന്നേടാ. പറ്റുള്ളൂ അത്രയൊന്നും പറ്റത്തില്ല ബ്രോ. എന്നിട്ട് അവനെ ചുമ്മാ ഇതാക്കുന്നേ മനസ്സിലായില്ലേ? ബ്രോ ഞാൻ വെറുതെ നിന്നപ്പോ ഞാൻ വെറുതെ നിൽക്കും. ഞാനും കിച്ച് എസ് എന്ന് പറയുന്നത് നമ്മള് 3 പേര് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ബ്രോ ഇവിടേക്കാണോ വന്ന് നിൽക്കുന്നത്, പോയി വീട്ടിൽ പോയി നിന്നൂടെ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല അവനെ ഇവന്മാര് ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണടാ. അല്ല അപ്പൊ 3 പേര് എന്താ കഴിവില്ലാത്തവന്മാരായിരുന്നു, എന്തായിരുന്നു അണ്ണാ ഇത് സംസാരിച്ചോണ്ടിരുന്ന അവന്മാരും വാദിക്കും, നമ്മളും ചുമ്മാ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. മതി നമ്മള് സംസാരിച്ച് കൊണച്ച് കഴിഞ്ഞ് ടൈം കൊടുത്തിട്ട് വിടാ അവന്മാരെ. എമ്മ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണ അവന്മാർ ഇവിടെ ഇരുന്നിട്ട്. പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാൻ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സോറി കേട്ടോ. ആ ഓക്കെ എടാ കണ്ണാപ്പി ഓക്കെ ബ്രോ. അപ്പൊ പ്രീവാറിന് നിങ്ങൾ എല്ലാവരും തോറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ബാക്കി ആരെല്ലാം എങ്ങനെയാ? നിങ്ങൾ ആളുണ്ടാ? ഓക്കെ അപ്പൊ എത്ര 15 മിനിറ്റ് ബ്രോ. അപ്പൊ ഓക്കെ ബ്രോ 15 മിനിറ്റ് ഷാർപ്പ്. 1 മണി 1 മണി. അയ്യോ അണ്ണാ അയ്യോ ഒരു മാറി അണ്ണാ ഒന്ന് പറഞ്ഞേ കറക്റ്റ് സമയം പറഞ്ഞേ. 15 മിനിറ്റ് 12:46. ചന്ദ്ര ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ഉണ്ടേ. ബോബോയ് അങ്ങനെ വിളിച്ചിട്ടുണ്ടെ ബ്രോ, അത് 24 മണിക്കൂർ മുമ്പ് നടന്ന സിറ്റുവേഷൻ. അതെടുത്ത് ഇത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബ്രോയ്ക്കാണ് അത് മനസ്സിലായ. അല്ല ബ്രോ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കണ്ണാപ്പി എടാ നിന്റെ ഒരു വണ്ടി നിന്നുണ്ട്, വേണമെങ്കിൽ എടുത്തോണ്ട് പോട്ടാ. തോക്കല്ലേ വേണേ പറയണേ. ഹെഡ്ലൈറ്റ് ഒന്ന് ഊരി കൊണ്ടുപോകണേ. എന്താ കരയണ? ഇത് ട്രിഗർ ആവണെന്തിനാ? ട്രിഗർ ആവണെന്തിനാ? നീ ട്രിഗർ ആവണെന്തിനാ? എന്താ ട്രിഗർ ആവണെന്തിനാ നീ? നിന്റെ നട്ടലില്ലാത്ത അവനെന്താ വരാഞ്ഞേ? ലൈറ്റിലല്ലടാ വണ്ടിയില്, വായിലാണോ നിന്റെ? എടാ വാ കേറ് കഴിച്ചിരിക്കുക. എടാ 12:46 വാറ്.